ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 31ന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ലാബ് 31 എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ഈ ലാബ് ഭംഗിയായി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് കാണുക. ലാബ് 31 വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സോ ലാബ് 31ൽ ഒറ്റ പേജിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ മാർക്ക് 14 മാർക്കാണ്, 14 മാർക്സ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഉള്ളതെങ്കിലും ആ ക്വസ്റ്റ്യനിൽ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട്, ഡി പാർട്ട് ആൻഡ് ഫൈനലി ഇ പാർട്ട്. ഓരോ ക്വസ്റ്റ്യന്റെ മാർക്സും ഇവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ 14 മാർക്സ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന ഈ ലാബിലെ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ വളരെ സിമ്പിൾ ആയിട്ട് എക്സാമിനേഷന് സ്കോർ ചെയ്യാനും സാധിക്കും. സോ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു അപ്ലെറ്റിന്റെ കൺസ്ട്രക്ഷൻ ആണ് ആദ്യം ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ എ പാർട്ട്, യൂസിംഗ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ഒരു അപ്ലെറ്റിന്റെ കൺസ്ട്രക്ഷൻ ആണ് എ പാർട്ടിൽ ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത്. ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക. ആ ഫംഗ്ഷന് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, യൂസ് ദ ഇൻപുട്ട് കമാൻഡ് എ ഈക്വൽ ടു ഇന്റഗ്രൽ ബ്രാക്കറ്റിനകത്ത് എഫ് 1,3 ടു ഫൈൻഡ് area bounded by the curve y equal to f of x, x-axis between x equal to 1 and x equal to 3. നിങ്ങൾക്കറിയാം ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to f of x, x-axis between x equal to a and x equal to b. കാണുന്ന ഫോർമുല എന്താണ്? ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ a to b f of x dx എന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷൻ യൂസ് ചെയ്ത് ഏരിയ നമ്മൾ തിയറി ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ ഏരിയ കണ്ടെത്തുവാൻ ഈ ഒരു കമാൻഡ് മാത്രം കൊടുത്താൽ മതി. ഏരിയ ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഈ ആദ്യത്തെ ഡാറ്റ ലോവർ ലിമിറ്റും രണ്ടാമത്തെ ഡാറ്റ എന്താണ്? അപ്പർ ലിമിറ്റുമാണ്. സോ ഈ കമാൻഡ് യൂസ് ചെയ്ത് ഈ കേസിലുള്ള കർവിന്റെ ഏരിയ കണ്ടെത്താൻ സാധിക്കും. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to f of x, x-axis between x equal to 1 and x equal to 3 കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഈ ജസ്റ്റ് ഈ കമാൻഡ് കൊടുത്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് ഏരിയ കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ഇന്റഗ്രേഷൻ അറിയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഈ അപ്ലെറ്റിൽ നമുക്ക് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ എ. ഈ എക്ക് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇത്രയുമാണ് ഈ അപ്ലെറ്റിന്റെ കൺസ്ട്രക്ഷന്റെ പ്രൊസീജിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ്. സോ അതിനുവേണ്ടി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്തു. അതിനെ സ്റ്റാൻഡേർഡ് വ്യൂയിലൊക്കെ ആക്കുക. നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ draw the graph of the function f of x equal to x square. x shift cap to enter കൊടുക്കുമ്പോൾ x square എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. നെക്സ്റ്റ്, ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ്. നിങ്ങൾക്കറിയാം ഈ സ്ലൈഡർ ഉള്ള ബോക്സിലാണ് ഇൻപുട്ട് ബോക്സും ഉള്ളത്. ഇൻപുട്ട് ബോക്സ്, ഒരു ഇൻപുട്ട് ബോക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് സെലക്ട് ചെയ്തതിനു ശേഷം വിൻഡോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ വരും. ക്യാപ്ഷൻ, നമുക്ക് ഫംഗ്ഷൻ ആണ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഫംഗ്ഷൻ എന്ന് ക്യാപ്ഷൻ കൊടുക്കുന്നു. ഫംഗ്ഷൻ ലിങ്ക്ഡ് ഒബ്ജക്റ്റ്. ആരാണ് ലിങ്ക് ചെയ്യേണ്ടത്? ഫംഗ്ഷൻ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. സോ എഫ്. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായി? ഇൻപുട്ട് ബോക്സ് കിട്ടിക്കഴിഞ്ഞു. ഉടൻ തന്നെ മൂവ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രശ്നം. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇൻപുട്ട് ബോക്സ് വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ്, യൂസ് ദ ഇൻപുട്ട് കമാൻഡ് എ ഈക്വൽ ടു ഇന്റഗ്രൽ ബ്രാക്കറ്റിനകത്ത് f 1,3 ഇത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. സ്മോൾ ലെറ്റർ a ഈക്വൽ ടു ഇന്റഗ്രൽ എന്ന് കൊടുക്കുമ്പോൾ തന്നെ അവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. കണ്ടോ, ഒത്തിരി ഓപ്ഷൻസ് വന്നു. അതിൽ തേർഡ് വൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇന്റഗ്രൽ ആദ്യം എന്താണ്? എഫ്. ഫംഗ്ഷന്റെ പേര് ഇവിടെ എന്തായിരുന്നു? എഫ്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ എന്ത് കൊടുക്കുക? എഫ് എന്ന് കൊടുക്കുക. എഫ്. എന്നിട്ട്
ടാബ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് സെലക്ട് ആവും. സ്റ്റാർട്ടിംഗ് വാല്യൂ എന്തായിരുന്നു? ഇവിടെ 1,3 എന്നാണ് പറഞ്ഞിരുന്നത് സ്റ്റാർട്ടിംഗ് വാല്യൂ. സോ 1 കൊടുക്കുക. വീണ്ടും ടാബ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് സെലക്ട് ആയി. എൻഡിംഗ് വാല്യൂ എന്താണ്? 3. നെക്സ്റ്റ് ഇതിന്റെ മീനിങ് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഏരിയ ഓഫ് ദ കർവ് എഫ് ഫ്രം 1 to 3, ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് 3. അതായത് ഇന്റഗ്രൽ 1 to 3 f of x dx അതിന്റെ വാല്യൂ ആണ് ഈ കമാൻഡ് വഴി നമുക്ക് ലഭിക്കുന്നത്. ജസ്റ്റ് എന്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏരിയ കിട്ടിക്കഴിഞ്ഞു അല്ലേ? അതായത് ഇവിടെ ആക്ച്വലി കിട്ടിയത് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് ആക്സിസ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഏരിയ എന്ത് കിട്ടി? 8.67 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഏരിയ കണ്ടെത്താൻ സാധിക്കും ഈ കമാൻഡ് യൂസ് ചെയ്ത്. അപ്പൊ അപ്ലറ്റ് ആയി കഴിഞ്ഞു. ഒരു ചെറിയ സ്റ്റെപ്പ് കൂടെ ഉണ്ട്. നെക്സ്റ്റ് വി ഹാവ് ടു ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ എ. ഈ ഇന്റഗ്രൽ കമാൻഡ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി മറ്റൊരു ഇൻപുട്ട് ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. മറ്റൊരു ഇൻപുട്ട് ബോക്സ്. സോ ഇൻപുട്ട് ബോക്സ് വീണ്ടും സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്റർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്താണ്? നമുക്ക് മറ്റൊരു ഇൻപുട്ട് ബോക്സ് വാല്യൂ എന്ന് ക്യാപ്ഷൻ ഞാൻ കൊടുക്കാം. ഓക്കെ, ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഏതാണ്? ഈ എയുടെ വാല്യൂ. ഇത് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഏരിയ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി, വ്യത്യസ്ത ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഓക്കെ കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ ഇൻപുട്ട് ബോക്സും ക്രിയേറ്റ് ചെയ്തു. ഒരു പ്രോസസ്സ് ക്ലോസ് ചെയ്യാൻ മൂവ് ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഇവനെയും ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എഡിറ്റ് ചെയ്ത് മാറ്റാൻ സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തത്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ എ ചെയ്തു. യൂസിംഗ് ദിസ് വി ക്യാൻ എഡിറ്റ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് ദ ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇത്രയും സംഗതി ചെയ്യുമ്പോൾ അപ്ലറ്റ് കൺസ്ട്രക്ഷൻ ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു 2 മാർക്ക്. 2 മാർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 4 മാർക്കാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത്, ഒരു അപ്ലറ്റ് കൺസ്ട്രക്ഷൻ. ഇത് ആക്ച്വലി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ഹാളിൽ നിൽക്കുന്ന എക്സാമിനറെ വിളിച്ച് കാണിച്ചു കൊടുക്കുക, ടീച്ചർ ഞാൻ ഫസ്റ്റ് പാർട്ടിലെ അപ്ലറ്റ് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞു. കാരണം ഇത് നമുക്ക് ആൻസർ ഷീറ്റിൽ എഴുതാൻ പറ്റത്തില്ല. അപ്ലറ്റ് കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് ആൻസർ ഷീറ്റിൽ ഒന്നും എഴുതാൻ പറ്റത്തില്ല. സോ അപ്ലറ്റ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും എക്സാമിനറെ വിളിച്ച് കാണിക്കുക. ഉടൻ തന്നെ ആ എക്സാമിനർ ഈ ക്വസ്റ്റിന്റെ മാർക്ക് ടീച്ചറിന്റെ ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ അതൊരു കാരണവശാലും മറന്നു പോകരുത്. സോ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. ഇവിടെ നമ്മൾ ഏരിയ കണ്ടെത്തി. ഏരിയ ഈക്വൽ ടു 8.67. അത് അവിടെ എടുത്തെഴുതാനൊന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് പാർട്ടിൽ ജസ്റ്റ് ഈ അപ്ലറ്റിന്റെ കൺസ്ട്രക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമുക്ക് കിട്ടി 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. യൂസ് ദ എബവ് അപ്ലറ്റ് ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ആൻസർ ഓൺലി 2 questions having tick mark. Find area of the region bounded by the given curves. ഇവിടെ 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ഇട്ട് തന്നിട്ടുള്ളത്. അത് മാത്രം ആൻസർ ചെയ്താൽ മതി. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ സ്നേഹമുള്ള ടീച്ചർ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. സോ സ്വാഭാവികമായിട്ടും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യുവാനും സാധിക്കും. അപ്പൊ ഇവിടെ ഞാൻ 5 ക്വസ്റ്റ്യന്റെയും ആൻസർ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എക്സാമിനേഷന് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടും 2 മാർക്ക്. സോ 1 by 1 ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2, എക്സ് ആക്സിസ് ആൻഡ് എക്സ് ഈക്വൽ ടു -2, എക്സ് ഈക്വൽ ടു 2. അതായത് ഇവിടെ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2, ലോവർ ലിമിറ്റ് -2, അപ്പർ ലിമിറ്റ് 2. ഏരിയ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഇൻപുട്ട് ബോക്സിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഫംഗ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2. അപ്പൊ ഫംഗ്ഷൻ ഇവിടെ ചേഞ്ച് ചെയ്യണം. ഇവിടുത്തെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2, എക്സ് സ്ക്വയർ ഉണ്ട്, ജസ്റ്റ് പ്ലസ് 2. എന്റർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് കാണുവാൻ സാധിച്ചു. നെക്സ്റ്റ് നമുക്ക് ഏരിയ കാണേണ്ടത് എന്താണ്? ഉടൻ തന്നെ ഈ 12.67 എഴുതി കളയരുത്. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ? ഏരിയ ഓഫ് ദ കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2, എക്സ് ആക്സിസ് ഫ്രം എക്സ് ഈക്വൽ ടു -2 ആൻഡ് എക്സ് ഈക്വൽ ടു 2, ലോവർ ലിമിറ്റ് -2, അപ്പർ ലിമിറ്റ് പ്ലസ് 2. അപ്പോൾ -2 പ്ലസ് 2 അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ ഇന്റഗ്രൽ ഈ ഏരിയ കാണുന്ന ഈ ഇൻപുട്ട് ബോക്സിൽ ഫംഗ്ഷൻ നോ ചേഞ്ച് എഫ് എന്ന് കൊടുത്തു. അടുത്ത് ലോവർ ലിമിറ്റ് എന്താണ്? -2. ലോവർ ലിമിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് -2.
അപ്പർ ലിമിറ്റ് എന്തായിരുന്നു? +2 ഫ്രം -2 to 2. സോ കൊടുത്തു കഴിഞ്ഞു. ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. സോ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 13.33. ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ എന്താണ്? y ഈക്വൽ ടു 9 - x² ആൻഡ് x ആക്സിസ് അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫ്രം വെയർ ടു വെയർ എന്ന് പറഞ്ഞിട്ടില്ല. ഏത് മുതൽ ഏത് വരെ എന്ന് പറഞ്ഞിട്ടില്ല. അത് ഫിഗറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഇവിടെ ഫംഗ്ഷൻ എന്താണ്? 9 - x². അഗൈൻ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യുക. 9 - x². 9 - x². x ഷിഫ്റ്റ് ക്യാപ്പ് 2. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞു. 9 - x² അല്ലെ? ഉടൻ തന്നെ പല കുട്ടികൾക്കും പല കുട്ടികളും മിസ്റ്റേക്ക് വരുത്തുന്നതാണ്. ഈ ആൻസർ എഴുതി വെക്കും. തെറ്റ്. നമുക്ക് എന്താണ്? 9 - x² ആൻഡ് x ആക്സിസ്, അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ആ റീജിയനിലുള്ള ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എഫ്. ഓക്കെ, അടുത്ത ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്താണ്? -3. അപ്പർ ലിമിറ്റ് എന്താണ്? +3. അപ്പൊ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ ഫംഗ്ഷൻ നോ ചേഞ്ച്. ലോവർ ലിമിറ്റ് എന്താണ് ഇവിടെ? -3. അപ്പർ ലിമിറ്റ് എന്താണ്? +3. ദെൻ എൻ്റർ കൊടുക്കുക. സോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഏരിയ കിട്ടി. ഏരിയ ഈക്വൽ ടു എന്താണ്? 36. സോ നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഏരിയ ഈക്വൽ ടു എന്താണ്? 36 എന്ന് എഴുതിയാൽ മതി. വേണമെങ്കിൽ പുട്ട് f ഈക്വൽ ടു 9 - x², ലോവർ ലിമിറ്റ് ഈക്വൽ ടു -3, അപ്പർ ലിമിറ്റ് ഈക്വൽ ടു +3, റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 36. അത്രയും സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതാം. ജസ്റ്റ് ഏരിയ ഈക്വൽ ടു 36 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു x² - 4x + 2 ആൻഡ് x ആക്സിസ്. സോ ഹിയർ f എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? x² - 4x + 2. അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. x² - 4x + 2. x ഷിഫ്റ്റ് ക്യാപ്പ് 2 -4x + 2. then enter കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് കിട്ടി. we have to find area of this curve bounded by x axis. x ആക്സിസും ഈ കർവും കൂടെ ബൗണ്ട് ചെയ്ത് വരുന്ന ഈ പോർഷന്റെ ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. we have to find area of this portion. അപ്പൊ ഏരിയ കാണണമെങ്കിൽ ഫോർമുല f, ലോവർ ലിമിറ്റ്. എന്താണ് ലോവർ ലിമിറ്റ്? ഈ പോയിന്റ്. അപ്പർ ലിമിറ്റ് എന്താണ്? ഈ പോയിന്റ്. ആ രണ്ട് പോയിന്റും എന്താണെന്ന് കൃത്യമായി ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ ഇപ്പോൾ സാധ്യമല്ല. പക്ഷേ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ടൂൾ ഉപയോഗിച്ച് ആ പോയിന്റ് ഈസി ആയിട്ട് കണ്ടെത്താം. ഇന്റർസെക്ട് ടൂൾ സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ഈ കർവും x ആക്സിസുമായി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് അവ. കിട്ടിയല്ലോ, ആ പോയിന്റും കിട്ടി, ഈ പോയിന്റും. സോ ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ f, ലോവർ ലിമിറ്റ് എന്താണ്? ഈ a എന്ന് പറയുന്ന പോയിന്റിന്റെ x കോർഡിനേറ്റ്. വേണമെങ്കിൽ നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്താൽ ഈ a എന്ന് പറയുന്ന പോയിന്റിന്റെ x കോർഡിനേറ്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. പകരം ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഈ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ A, x ഓഫ് A. അതുപോലെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് ഓഫ് B, x ഓഫ് B എന്ന് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ 0ക്ക് പകരം എന്താണ് കൊടുക്കേണ്ടത്? x ഓഫ് A. x ബ്രാക്കറ്റ് കൊടുക്കുക, ദെൻ ക്യാപിറ്റൽ A. മാറിപ്പോകരുത്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് x ഓഫ് B. അഗൈൻ x അത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. ബ്രാക്കറ്റ് കൊടുക്കുക. ഈ ബ്രാക്കറ്റ് ഒക്കെ കൃത്യമായി കൊടുത്തില്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. x ഓഫ് B. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു ബ്രാക്കറ്റിന്റെ കുറവുണ്ട്. ഓക്കെ, ഇതൊക്കെ കളയാം. കറക്റ്റ് ആയിട്ട് ആ കമാൻഡ് കൊടുത്താൽ മതി. ഓക്കെ, x ഓഫ് A, x ഓഫ് B കറക്റ്റ്. സോ ദെൻ എന്ത് കൊടുക്കുക? എൻ്റർ. എൻ്റർ കൊടുത്തപ്പോൾ എന്ത് കിട്ടി? ഏരിയ കിട്ടി. ഏരിയ ഈക്വൽ ടു എന്താണ് വന്നത്? -3.77. എന്തുകൊണ്ടാണ് ഏരിയ നെഗറ്റീവ് ആയത്? എക്സ് ആക്സിസിന്റെ ബിലോ ഉള്ള പോർഷൻ ആണ് നമുക്കുള്ള റീജിയൻ ആയിരുന്നു, അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. പക്ഷെ ഏരിയ കനോട്ട് ബി നെഗറ്റീവ്. സോ ഏരിയ ഈക്വൽ ടു +3.77 എന്ന് എഴുതാം. Next, we have to find area of the curve y equal to 2 sin x between x-axis x equal to 0 and x equal to pi/4. അപ്പോൾ f എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 2 sin x. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എന്താണ്? pi/4. വളരെ സിമ്പിൾ ആണ്. f എന്ന് പറയുന്നത് 2 sin x എന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. f എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹിയർ എന്താണ്? 2 sin x.
2 sin x. എൻ്റർ ചെയ്യുമ്പോൾ 2 sin x ന്റെ ഗ്രാഫ് വന്നു. ഇവിടെ ഏരിയ ഫ്രം 0 to π/4. അപ്പം നമ്മൾ നേരത്തെ ലിമിറ്റ് ഒക്കെ കളയുക, പകരം എന്താണ് 0 to π/4. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓക്കെ ആണ്. നെക്സ്റ്റ് 0, ലോവർ ലിമിറ്റ് 0, നെക്സ്റ്റ് അപ്പർ ലിമിറ്റ് എന്താണ് π/4. അത് ജസ്റ്റ് pi/4 എന്ന് കൊടുത്താൽ മതി. നേരത്തെയുള്ള ഈ സംഗതി വേണ്ടല്ലോ, അതങ്ങ് കളയുക. ഓക്കെ, ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ ഏരിയ കിട്ടും. സോ ഏരിയ ഈക്വൽ ടു എന്താണ് 0.59. വേറെ കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ ഈ എക്സ് ആക്സിസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ചേഞ്ച് ചെയ്ത് π/2 ടേംസിലൊക്കെ ആക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്റഗ്രൽ ഏരിയ ഈക്വൽ ടു എന്താണ് ഒറ്റ സ്റ്റെപ്പിൽ 0.59 എന്ന് കിട്ടും. സോ റിക്വയർഡ് ഏരിയ 0.59. Next, last one, we have to find area of the curve y equal to tan x, x axis, x equal to 0 and x equal to 1. വളരെ സിമ്പിൾ ആണ്, ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും ചെയ്യാം. ഫംഗ്ഷൻ എന്താണ്, ജസ്റ്റ് tan x എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ. അപ്പോൾ tan x ന്റെ ഗ്രാഫ് വന്നു. ഫ്രം എന്താണ് 0 to 1, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എന്താണ് 1, അപ്പർ ലിമിറ്റ് 1. സോ ജസ്റ്റ് അവിടെ 1 എന്ന് കൊടുക്കുക. സോ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഏരിയ ഈക്വൽ ടു 0.62. സോ റിക്വയർഡ് ഏരിയ 0.62. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ എക്സസൈസിൽ എല്ലാ പ്രോബ്ലംസ് ചെയ്യാം. എക്സാമിനേഷന് ഏതെങ്കിലും 2 പാർട്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി, കിട്ടി മാർക്ക് 2. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സി പാർട്ട്. യൂസ് എബവ് അപ്ലെറ്റ് ടു ആൻസർ ഓൺലി 1 ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ 3 പാർട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിൽ ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും, അത് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമുക്ക് നിലവിൽ ഈ 3 ക്വസ്റ്റ്യന്റെയും ആൻസർ കണ്ടെത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഏരിയ ഓഫ് ദ സർക്കിൾ x² + y² = 9. സർക്കിളിന്റെ ഏരിയ കണ്ടെത്തണം. നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോബ്ലത്തിലും y = ഫംഗ്ഷൻ ഓഫ് x എന്ന ഫോമിലായിരുന്നു. ഇവിടെ അങ്ങനെയാണോ? അല്ല, കർവാണ് തന്നിട്ടുള്ളത്. x² + y² = 9. ഇങ്ങനത്തെ കേസിൽ ഇൻപുട്ട് ബോക്സിൽ ഇത് അതുപോലെ ടൈപ്പ് ചെയ്യുക. എന്താണ് x² + y² = 9. ഈ താഴെയുള്ള ഇൻപുട്ട് ബോക്സ് ആണ്, മാറിപ്പോകരുത്. എന്താണ് x² x ഷിഫ്റ്റ് ഗ്യാപ്പ് ടു x² + y² = എന്തായിരുന്നു 9. എൻ്റർ കൊടുക്കുമ്പോൾ സർക്കിൾ കിട്ടും. നമുക്ക് നേരത്തെയുള്ള ഫിഗർ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, x² + y² = 9. നേരത്തെ ഏരിയയും നമുക്ക് തൽക്കാലം ആവശ്യമില്ല, അതൊക്കെ ഹൈഡ് ചെയ്യാം. സോ നമ്മുടെ റിക്വയർഡ് സർക്കിൾ എന്താണ്, x² + y² = 9. ഈ സർക്കിളിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എഫ് എന്ന് പറയുന്ന സംഗതി വേണം. അതായത് y = ഫംഗ്ഷൻ ഓഫ് x. അത് ഈ ഇക്വേഷനിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ഇത് വളരെ സിമ്പിൾ അല്ലേ. x² + y² = 9. y² എന്തായിരിക്കും 9 - x². y = √9 - x². വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ നോക്കാം. x² + y² = 9, y² = 9 - x², y √9 - x². അതായത് ഇവിടെ f എന്ന് പറയുന്നത് √9 - x². f എന്ന് പറഞ്ഞാൽ √9 - x². അത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്? SQRT ബ്രാക്കറ്റിനകത്ത് 9 - x², 9 - x² ടൈപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയാം. 9 - x². എൻ്റർ അല്ലെ, എൻ്റർ ചെയ്യുകയും ഒപ്പം നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്ന് ലൈവ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ √9 - x² നമ്മുടെ പോർഷൻ ഇതും കൂടെ ലൈവ് ആക്കുക. സോ നമുക്ക് എന്താണ് കാണേണ്ടത്? ഏരിയ ഓഫ് ദിസ് സർക്കിൾ. ഈ ടോട്ടൽ ഏരിയ കാണുന്നതിന് വേണ്ടി ഞാൻ ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ പോർഷന്റെ മാത്രം ഏരിയ കാണുന്നു. ദാറ്റ് മീൻസ് ഈ കമാൻഡിൽ എന്ത് കൊടുക്കണം? ഇന്റഗ്രൽ എഫ് ഒക്കെയാണ് നമ്മുടെ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തു. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് 3. അപ്പൊ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ, കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് 3 കൊടുത്താൽ മതി. എന്താണ് ഏരിയ, റിക്വയർഡ് ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാണുന്നതിന് വേണ്ടി ഫോർമുല എഫ് കോമ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എന്താണ് 3 കൊടുത്തു. എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഏരിയ കിട്ടിക്കഴിഞ്ഞു. എന്താണ് 7.07. നമുക്ക് ടോട്ടൽ ഏരിയ ആണ് കാണേണ്ടത്. സോ ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 4 × 7.07. ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഈ ഏരിയ തന്നെ ആയിരിക്കും ഇവിടത്തെ ഏരിയ, ഇവിടത്തെയും അതേ ഏരിയ ആയിരിക്കും, ഇവിടത്തതും ഈ ഏരിയ തന്നെ ആയിരിക്കും. സോ റിക്വയർഡ്
area of the circle is 4 into 7.07, that is equal to 28.28 എന്ന് കിട്ടും. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 4 into 7.07 ഈക്വൽ ടു എന്താണ് 28.28 എന്ന് എഴുതുക. കിട്ടി, മാർക്ക് 2. വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 അല്ല, മാർക്ക് 3 ആണ്. കാരണം ഇവിടെ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി കേട്ടോ. 3 മാർക്ക് കിട്ടും. Next we have to find area of the ellipse x square by 9 plus y square by 16 equal to 1. ഇവിടെയും y equal to function of x എന്ന ഫോമിൽ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് ബോക്സിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. x square by 9 plus y square by 16 equal to 1. ഇൻപുട്ട് ബോക്സിൽ ടൈപ്പ് ചെയ്യുക x square by 9, x ഷിഫ്റ്റ് ക്യാപ് 2, x square by /9, x square by 9 plus y square by 16, y shift cap 2, y square /16 equal to 1. എൻ്റർ ചെയ്യുമ്പോൾ ഗ്രാഫ് കിട്ടി. നേരത്തെ സർക്കിൾ ഇനി അങ്ങ് ഹൈഡ് ചെയ്യാം, അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് എന്താണ് നേരത്തെ ഒരു സംഗതി ഇവിടെ ഉണ്ട്. ഓക്കെ, എല്ലാം ഹൈഡ് ചെയ്യാം നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ. ഓക്കെ, സോ ഇതാണ് നമുക്ക് കാണേണ്ട എലിപ്സ്, ഏരിയ കാണേണ്ട എലിപ്സ്. ഈ എലിപ്സിന്റെ ടോട്ടൽ ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. വീണ്ടും നമുക്ക് എന്ത് വേണം? ഇവിടെ ഫംഗ്ഷൻ ഓഫ് എക്സിൽ റെപ്രസെന്റ് ചെയ്യണം. ഇവിടെ എന്തായിരുന്നു? വി ഹാവ് ടു ഫൈൻഡ് ഏരിയ ഓഫ് ദിസ് എലിപ്സ്. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് y ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന ഫോമിൽ എത്തിക്കണം. അതിനു വേണ്ടി വീണ്ടും സിംപ്ലിഫിക്കേഷൻ, അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിർബന്ധമായിട്ടും എഴുതുക. എലിപ്സിന്റെ ഇക്വേഷൻ എഴുതുക. x square by 9 plus y square by 16 equal to 1. ഇതിൽ നിന്ന് y square by 16 equal to 1. ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ മൈനസ് x square by 9. Again y square by 16 equal to, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 minus x square by 9. That is y square equal to ഈ 16 ന്യൂമറേറ്ററിൽ വരും 16 by 9 into 9 minus x square. y equal to 4 by 3 ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 4 by 3 root 9 minus x square. സോ ഇവിടെ f എന്ന് പറയുന്നത് എന്താണ്? 4 by 3 root 9 minus x square. 4 by 3 root 9 minus x square. ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 9 minus x square ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഇനി എന്ത് കൊടുത്താൽ മതി? ജസ്റ്റ് 4 by 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിൾ ആയില്ലേ? 4/3. നെക്സ്റ്റ് എൻ്റർ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ ലൈവ് ആക്കുക. ഏരിയയുടെ പോർഷനൊക്കെ ലൈവ് ആക്കുക. സോ നമുക്ക് കാണേണ്ടത് എന്താണ്? ടോട്ടൽ ഏരിയ ആണ് കാണേണ്ടത്. എനിക്കിപ്പോൾ കിട്ടിയ ഏരിയ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഈ എലിപ്സിന്റെ ഏരിയ കിട്ടി. ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്. ഞാൻ ഇവിടെ വാല്യൂസ് ഒന്നും കൊടുക്കാതെ തന്നെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. കാരണം ഇവിടെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എന്താണ് 3. അത് നേരത്തെ ഞാൻ അവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയത്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ എലിപ്സിന്റെ ഏരിയ 9.42. സോ ടോട്ടൽ ഏരിയ ഓഫ് ദിസ് എലിപ്സ് ഈസ് എന്താണ്? 4 into 9.42. That is equal to 37.68 എന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതുക. അപ്പോൾ ഇത് ചെയ്യേണ്ട പ്രൊസീജിയർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഇവിടെ ഇൻപുട്ട് ബോക്സിൽ ആ കർവ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് y ഈക്വൽ ടു എന്താണോ കിട്ടുന്നത് അതിവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഫിഗറിൽ നിന്ന് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് കിട്ടും. റിക്വയർഡ് ഏരിയ കാണാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ. Find area of the region bounded by the parabola y square equal to 9x and the line x equal to 5. ഇവിടെയും y equal to എന്നല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും നമുക്ക് ആ കർവ് അതുപോലെ ഇൻപുട്ട് ചെയ്യണം. y square equal to 9x, y shift cap 2, y square equal to 9x. എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നേരത്തെ സർക്കിളൊക്കെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, സോ എലിപ്സ് ഒന്നും വേണ്ട. ഓക്കെ, y square equal to 9x and x equal to 5. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? y square equal to 9x and the line x equal to 5. വീണ്ടും നമ്മുടെ ഇൻപുട്ട് ബോക്സിൽ x equal to 5 എന്ന് കൊടുക്കുക. So we have to find area of this region. ഈ y square equal to 9x എന്ന പരാബോളയും x equal to 5 എന്ന് പറയുന്ന ഈ ലൈനും ബൗണ്ട് ചെയ്തു വരുന്ന പോർഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ഏരിയ ഓഫ് ദിസ് റീജിയൻ. ഈ പോർഷന്റെ ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. ഈ ലൈനും ഈ പരാബോളയും കൂടെ ബൗണ്ട് ചെയ്തു വരുന്ന പോർഷൻ. അത് കാണുന്നതിന് വേണ്ടി ഞാൻ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയ കാണുന്നു.
എന്നിട്ട് അതിന്റെ ഡബിൾ എടുത്താൽ ടോട്ടൽ ഏരിയ കിട്ടത്തില്ലേ? കാരണം ഈ ഏരിയ തന്നെ ആയിരിക്കും ഈ താഴെ വരുന്ന ഏരിയയും. സോ ഏരിയ കാണുന്നതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സിൽ എഴുതുക. ഇവിടെ എന്തായിരുന്നു? y² = 9x അല്ലെ? ഇതിൽ നിന്ന് y = എഴുതാൻ വളരെ സിമ്പിൾ അല്ലേ? 3√x. അപ്പൊ ഇവിടെ എന്ത് കൊടുത്താൽ മതി? 3 × √x, 3 × sqrt(x) എന്ന് കൊടുത്താൽ മതി. 3 sqrt(x) എന്ന് കൊടുത്താൽ നമുക്ക് f എന്ന് പറയുന്ന ഫംഗ്ഷനായി. ഇനിയിപ്പോ എന്താണ്? f യുടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ലോവർ ലിമിറ്റ് 0 തന്നെ, അപ്പർ ലിമിറ്റ് ഈ പോയിന്റ് എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പോയിന്റ് കണ്ടെത്താൻ വീണ്ടും ഇന്റർസെക്ഷൻ ടൂൾ എടുക്കുക. ഇന്റർസെക്ഷൻ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എന്താണ്? ദിസ് ലൈൻ ആൻഡ് എക്സ് ആക്സിസ്. ആ ലൈനിലും ക്ലിക്ക് ചെയ്യുക, എക്സ് ആക്സിലും ക്ലിക്ക് ചെയ്യുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഈ സി എന്ന പോയിന്റ് കിട്ടി. അപ്പോൾ ഇതാണ് ലോവർ ലിമിറ്റ്, അത് 0 എന്ന് കൊടുത്തു. ഇതെന്താണ്? അപ്പർ ലിമിറ്റ്, അത് എന്താണ്? എക്സ് കോർഡിനേറ്റ് ഓഫ് സി. അപ്പൊ അപ്പർ ലിമിറ്റ് ഞാൻ എന്ത് ചെയ്താൽ മതി? എക്സ് കോർഡിനേറ്റ് ഓഫ് സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എക്സ് ഷിഫ്റ്റ് ബ്രാക്കറ്റ്, നെക്സ്റ്റ് എന്താണ്? സി കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ സി കൊടുക്കുക, എന്റർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഏരിയ. ഞാൻ ഏരിയ ഹൈഡ് ചെയ്തുകൊണ്ടാണ് അവിടെ കാണാത്തത്. സോ ഏരിയ കിട്ടി. ഞാനിവിടെ എക്സ് ഓഫ് സി എന്ന് കൊടുത്തുവെങ്കിലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സി എന്ന് പറയുന്ന പോയിന്റ് എന്തായിരുന്നു? ഇതാ കിടക്കുന്നു 5,0. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 5. അപ്പൊ എക്സ് ഓഫ് സിക്ക് വരം ജസ്റ്റ് 5 എന്ന് കൊടുത്താലും മതിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആശയം ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ ഏരിയ കണ്ടത്. സോ ഈ പോർഷന്റെ ഏരിയ എന്താണ്? 22.36. സോ അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മേളിലോട്ട് മാറ്റി നിർത്താൽ. സോ ഏരിയ ഈക്വൽ ടു 22.36. സോ റിക്വയർഡ് ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ പോർഷന്റെ കൂടെ ഏരിയ ആഡ് ചെയ്യണ്ടേ? സോ 2 × 22.36 ദാറ്റ് ഈസ് ഈക്വൽ ടു 44.72. സോ വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഡി പാർട്ട്. Again using the above applet, answer only one question. ഇവിടെയും 3 പാർട്ട് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. നോക്കിക്കോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Find area of the region bounded by the curve y = 3 cos x. X axis x = 0, x = π. ഇത് വളരെ സിമ്പിൾ ആണ്. y = ഫംഗ്ഷൻ ഓഫ് x എന്ന ഫോം ആണ്. പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. f എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. y = 3 cos x. 3 cos x, എന്റർ. അത് ക്യാപിറ്റൽ ലെറ്റർ വന്നാൽ കിട്ടത്തില്ല എന്ന ബോധ്യം ഉണ്ടായിരിക്കണം. സോ സ്മോൾ ലെറ്റർ 3 cos x, എന്റർ ചെയ്താൽ 3 cos x ന്റെ ഗ്രാഫ് കിട്ടും. നേരത്തെ ഉള്ള ഗ്രാഫൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചോളൂ. ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത് 3 cos x ന്റെ ഗ്രാഫാണ് കേട്ടോ. സോ എന്താണ് ഇവിടുത്തെ ഏരിയ? We have to find area of the curve y = 3 cos x, x axis x = 0, x = π. അപ്പോൾ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് π. ലോവർ ലിമിറ്റ് 0 തന്നെയാണ് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? അപ്പർ ലിമിറ്റ് π ആക്കിയാൽ മതി. pi എന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക, എന്റർ. സോ നമുക്ക് എന്ത് കിട്ടി? ഏരിയ കിട്ടി. ഏരിയ ഈക്വൽ ടു എന്താണ് കിട്ടിയത്? 0. ഏരിയ 0 ആണോ? ഈ പോർഷനും ഏരിയ ഉണ്ട്, താഴെയുണ്ട്. പ്രത്യക്ഷത്തിൽ ഏരിയ ഉണ്ട്, പക്ഷേ ഏരിയയുടെ വാല്യൂ 0 എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ ഇപ്പൊ സപ്പോസ് 5 ആണെങ്കിൽ താഴത്തെ ഏരിയ എന്താണ്? -5. രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ഏരിയ 0. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നത്. സോ ഇങ്ങനത്തെ കേസിൽ ഏരിയ കാണുമ്പോൾ ചില പോർഷൻ എക്സ് ആക്സിസിന്റെ ബിലോ പോർഷനിലും ചിലത് എക്സ് ആക്സിസിന്റെ അപ്പർ പോർഷനിലും വന്നാൽ ഏരിയ കാണാൻ നമ്മൾ എളുപ്പ വഴിയായിട്ട് ചെയ്യുന്നത് ഈ ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടാൽ മതി. എപ്പോഴാണ് അത് ചെയ്യുന്നത്? സം പോർഷൻ എബവ് എക്സ് ആക്സിസും സം പോർഷൻ ബിലോ എക്സ് ആക്സിസും വന്നാൽ ടോട്ടൽ ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷന് അബ്സല്യൂട്ട് വാല്യൂ ഒന്ന് കൊടുക്കുക. സോ അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കാൻ എന്താണ് വഴി? ABS എന്ന് കൊടുത്താൽ മതി. ABS ദെൻ ബ്രാക്കറ്റ് മറന്നു പോകരുത് കൊടുക്കുക. ലാസ്റ്റിൽ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ കൂടെ ആവശ്യമുണ്ട്. ദെൻ എന്റർ. സോ ഇപ്പൊ എന്താണ്? നേരെ താഴെ വന്ന അതേ റീജിയൻ മേളിൽ വന്നു. സോ ടോട്ടൽ ഏരിയ ഈക്വൽ ടു എന്താണ്? 6 എന്ന് കിട്ടി. 0 മുതൽ എന്താണ്? π വരെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എക്സ് ആക്സിസ് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇൻ ടേംസ് ഓഫ് പൈയിലൊക്കെ ആക്കാം. അതിന്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഏരിയ വന്നു കഴിഞ്ഞു. ഏരിയ ഈക്വൽ ടു എന്താണ്? 6. സോ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? y = 3 cos x, x ആക്സിസ് x = 0, x = π ആണെങ്കിൽ ഏരിയ എന്താണ്? 6.
ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എക്സ് ആക്സിസിന്റെ ബിലോ പോർഷനിലും എക്സ് ആക്സിസിന്റെ എബവ് പോർഷനിലും സം പോർഷൻ ഏരിയ കാണേണ്ടതിൽ വന്നു എന്നുള്ളത് മാത്രമാണ്. നെക്സ്റ്റ്, we have to find area of the curve y equal to x cube. X axis x equal to -2 and x equal to 3. Very simple. Function edit ചെയ്ത് എന്ത് കൊടുക്കണം? x cube. x shift cap 3 enter x cube. From where to where? Integrating from -2 to 3. അപ്പോൾ lower limit -2, upper limit +3. So just ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ലോവർ ലിമിറ്റ് എന്താണ്? -2. അപ്പർ ലിമിറ്റ് എന്താണ്? +3. അപ്പർ ലിമിറ്റ് +3. ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഇവിടെയും നോക്കിക്കോ, സം പോർഷൻ എബവ് എക്സ് ആക്സിസ്, സം പോർഷൻ ബിലോ എക്സ് ആക്സിസ്. ഇവിടെ ഏരിയ 0 അല്ലല്ലോ, അപ്പൊ ഏരിയ ഈക്വൽ ടു 16.25 അല്ലേ എന്ന് ചിന്തിക്കും. തെറ്റ്. ഈ പോർഷന്റെ ഏരിയ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല കുട്ടികളും ആവേശം കൊണ്ട് ഇതെടുത്തങ്ങ് എഴുതും. തെറ്റ്. സോ സം പോർഷൻ ബിലോ എക്സ് ആക്സിസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ കാണുമ്പോൾ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ മതി, ആ പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടും. സോ എന്താണ്? ABS അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. എന്റർ. സോ താഴെ വന്ന ആ പോർഷൻ മേളിൽ വന്നു, ഇപ്പൊ പോസിറ്റീവ് വന്നു. സോ ടോട്ടൽ ഏരിയ എന്താണ്? 24.25. സോ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 24.25 എന്ന് നിങ്ങൾക്ക് എഴുതാം. Next, one more question. Y equal to x square minus 3, x axis x equal to -1 and x equal to 2. So function എന്താണ്? x square minus 3. നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. x ഷിഫ്റ്റ് ക്യാപ്പ് x square minus 3 എൻ്റർ ചെയ്യുമ്പോൾ x square minus 3 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് വന്നു. ഏരിയ കാണേണ്ടത് ഏത് മുതൽ ഏതുവരെ ആയിരുന്നു? ഫ്രം -1 to 2. ലോവർ ലിമിറ്റ് -1, അപ്പർ ലിമിറ്റ് +2. ലോവർ ലിമിറ്റ് -1, ലോവർ ലിമിറ്റ് -1, അപ്പർ ലിമിറ്റ് +2 എൻ്റർ. സോ നമുക്ക് എന്താണ്? ഏരിയ ഈക്വൽ ടു കുറച്ച് പോർഷൻ താഴെ വന്നു അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അബ്സല്യൂട്ട് വാല്യൂ. അപ്പൊ ആദ്യമേ നമുക്ക് ഇത് മനസ്സിലാവുകയാണെങ്കിൽ ആദ്യമേ അങ്ങ് അബ്സല്യൂട്ട് വാല്യൂ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ABS ബ്രാക്കറ്റ് കൊടുക്കുക, അവസാനം കൂടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, എൻ്റർ. സോ ഏരിയ കംപ്ലീറ്റ് പോർഷൻ എന്താണ്? എബവ് എക്സ് ആക്സിസ് ആണ്. സോ ടോട്ടൽ ഏരിയ ഈക്വൽ ടു 6.26. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ട് ഇ. യൂസ് എബവ് അപ്ലെറ്റ് ടു ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ടിക്ക് ഇട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 4 മാർക്സ്. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Find area of the region in the first quadrant bounded by x-axis, the line y equal to 2x and the circle x square plus y square equal to 4. ഈ സർക്കിളും ഈ ലൈനും എക്സ് ആക്സിസുമായിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ബൗണ്ട് ചെയ്ത് വരുന്ന പോർഷന്റെ ഏരിയ കണ്ടെത്തണം. അതാണ് ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി ആദ്യം ആ സർക്കിൾ നമുക്ക് വരയ്ക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഷിഫ്റ്റ് ക്യാപ്പ് 2 പ്ലസ് വൈ സ്ക്വയർ y ഷിഫ്റ്റ് ക്യാപ്പ് 2 ഈക്വൽ ടു 4. ഇതാണ് സർക്കിൾ. നെക്സ്റ്റ് ആൻഡ് ദ ലൈൻ എന്തായിരുന്നു? y ഈക്വൽ ടു 2x. എൻ്റർ. So here we have to find area of the region bounded by this circle and this line with the x-axis in the first quadrant. ഈ പോർഷന്റെ ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. ഈ പോർഷന്റെ ഏരിയ കണ്ടെത്തുമ്പോൾ 0 മുതൽ ഈ 1ന്റെ തൊട്ടിപ്പുറത്ത് വരുന്ന ആ വാല്യൂ വരെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ലൈനാണ്. അതിനുശേഷമുള്ള ഈ 2 വരെയുള്ള പോർഷനിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പൊ ഇവിടെ ഈ റീജിയനിൽ എഫ് എന്ന് പറയുന്നത് ലൈനും ഈ റീജിയനിൽ എഫ് എന്ന് പറയുന്ന സർക്കിളുമാണ്. സോ 2 ഡിഫറൻറ്റ് ഫംഗ്ഷൻ വരുന്നത് കൊണ്ട് 2 സെപ്പറേറ്റ് കേസ് ആയിട്ടാണ് ഇവിടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം 0 മുതൽ ഇതുവരെയുള്ള ഈ പോർഷന്റെ ഏരിയ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഈ 1ന് ശേഷമുള്ള ഏരിയ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ആദ്യം ഈ പോയിന്റ് കണ്ടെത്തണം. അതിനുവേണ്ടി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ടൂൾ എടുക്കുക. We have to find point of intersection of this circle and this line. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. അതിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് ഇവിടെ വരുന്ന പോയിന്റ്. അതുവരെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ലൈൻ ആണ്. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ഓഫ് ബി.
സോ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വി ഹാവ് ടു ഫൈൻഡ് ഏരിയ ഫോർ ദാറ്റ്. എഫ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഈ റീജിയനകത്ത് എന്താണ്, y ഈക്വൽ ടു 2x, അതായത് ഇവിടെ കൊടുക്കേണ്ടത് 2x. നെക്സ്റ്റ് എഫ് കൊടുത്തു കഴിഞ്ഞു. ലോവർ ലിമിറ്റ് എന്താണ്, 0, അത് നമുക്കറിയാം. അപ്പർ ലിമിറ്റ് എന്താണ്, ലോവർ ലിമിറ്റ് 0. അപ്പർ ലിമിറ്റ് എന്താണ്, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്. സോ അങ്ങനെ തന്നെ കൊടുക്കുക. എക്സ് കോർഡിനേറ്റ് ഓഫ് ബി, സ്മോൾ ലെറ്റർ എക്സ്, ഷിഫ്റ്റ് ബ്രാക്കറ്റ് ക്യാപിറ്റൽ ബി, അത് മാറിപ്പോകരുത് അല്ലെ. ഈ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് കിട്ടി. എൻ്റർ കൊടുക്കുക. ഏരിയ കിട്ടും. ഏരിയ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്. ഹൈഡ് ചെയ്ത് മാറ്റുമ്പോൾ ഏരിയ കിട്ടി. സോ ഏരിയ ഈക്വൽ ടു എന്ത് കിട്ടി, 0.8. നെക്സ്റ്റ് ഈ പോർഷന്റെ ഏരിയ കണ്ടെത്തുക. അവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഈ സർക്കിൾ. നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അതിൽ നിന്ന് y ഈക്വൽ ടു എന്ത് കിട്ടും, വൈ സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ, y ഈക്വൽ ടു റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ. റൂട്ട് എന്ന് പറഞ്ഞാൽ SQRT, SQRT ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താൽ പറ്റത്തില്ല, സ്മോൾ ലെറ്റർ SQRT ബ്രാക്കറ്റിനകത്ത് 4 മൈനസ് എക്സ് സ്ക്വയർ, 4 മൈനസ് എക്സ് സ്ക്വയർ, എക്സ് ഷിഫ്റ്റ് ക്യാപ്പ് 2. സോ 4 മൈനസ് എക്സ് സ്ക്വയർ എൻ്റർ ചെയ്തു. നെക്സ്റ്റ് ലിമിറ്റ് ഏത് മുതൽ ഏത് വരെയാണ്, ഈ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് മുതൽ 2 വരെ. സോ ഇവിടെ കൊടുക്കേണ്ടത് എക്സ് കോർഡിനേറ്റ് ഓഫ് ബി അല്ലേ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത് എക്സ് കോർഡിനേറ്റ് ഓഫ് ബി ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ അതായി ലോവർ ലിമിറ്റായി. നെക്സ്റ്റ് കോമ, നെക്സ്റ്റ് ഇവിടെ എന്താണ് വരുന്നത്, 2, ജസ്റ്റ് 2 എന്ന് കൊടുത്താൽ മതി. എൻ്റർ. സോ എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, അവിടുത്തെ ഏരിയ, ആ പോർഷന്റെ ഏരിയ 1.41 എന്ന് കിട്ടി. നേരത്തെ എന്തായിരുന്നു ഏരിയ, ഈ പോർഷന്റെ ഏരിയ 0.8, ഈ പോർഷന്റെ ഏരിയ എന്താണ് 1.41. സോ ടോട്ടൽ ഏരിയ ഈക്വൽ ടു എന്താണ് 1.41 പ്ലസ് ഓൾറെഡി കിട്ടിയ ഫസ്റ്റ് പാർട്ടിൽ കിട്ടിയത് 0.8, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഏരിയ ഈക്വൽ ടു എന്ത് കിട്ടും, 2.21. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ടോട്ടൽ പോർഷന്റെ ഏരിയ, ഈ പോർഷന്റെ ഏരിയ 1.41, ഈ പോർഷന്റെ ഏരിയ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 0.8. സോ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 1.41 പ്ലസ് 0.8, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.21. ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാനുള്ളത്. യാതൊരു മാറ്റവും. സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 പകരം 16, y ഈക്വൽ ടു 2x പകരം എന്താണ്, y ഈക്വൽ ടു x. തീർച്ചയായും നിങ്ങൾക്കത് സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ സാധിക്കും, യാതൊരു പ്രശ്നവുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് എക്സാമിനേഷന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാബാണ് ലാബ് 31. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.